കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. ധരയിൽ നടന്നതൻ ശരണം നിങ്ങൾക്കാരോടും ശാശ്വത ശരണം. ധരയിൽ നടന്നതൻ നിങ്ങൾക്കാരോടും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ പവൻ തുണയാൽ. അല്ലും പകലും മുൻപിൽ പവൻ തുണയാൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ല താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ല സ്തോത്രം. ഒരു പെണ്ണ് നിരൂപിച്ചാൽ ഏത് കുരുത്തം കെട്ടേനെ എന്ത് ചെയ്യാൻ പറ്റും? നിരൂപിക്കണം. വരച്ച വര എന്ത് ചെയ്യും? പെണ്ണ് നിർത്തും. ആളുകൾ പറയാതൊരു നീ എങ്ങനെയാണ് ഇങ്ങനൊരു പെൺകോന്തനായത്? ഒരു ഞാഞ്ഞള് പോലെ ഉള്ള ഒരു മനുഷ്യൻ ആനയെ എന്ത് ചെയ്യുന്നു? മെരുക്കിക്കൊണ്ട് നടക്കുന്നു. എന്നപോലെ മുഷുക്കും കൊണ്ട് നടന്നിരുന്ന ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരുത്തനെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു ഞാഞ്ഞള് പോലെയുള്ള പെണ്ണ് അച്ഛാ അവിടെ ഇരിക്കുന്നു പറയുമ്പോ അവിടെ ഇരിക്കുന്നു, നമുക്ക് പോകാന്ന് പറയുമ്പോ പോകുന്നു. എങ്ങനെയാണ് നീ പെൺകോന്തനായത്? ഇതൊരു യാഥാർത്ഥ്യമാണ്. വളരെ കൃത്യതയോടുകൂടെ വേദപുസ്തകം പറയുന്നുണ്ട്, ഭാര്യയോട് എന്ത് ചെയ്യും? ഭർത്താവിനോട് പറ്റിച്ചേരും എന്നല്ല പറയുന്നത്, ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. കുണം പിടിക്കാത്ത പെണ്ണാണെങ്കിലോ അത് ഒരു ദൈവകൃപയാണത്. ദൈവം നൽകിയിരിക്കുന്ന, സഹോദരിമാർക്ക് നൽകിയിരിക്കുന്ന ഒരു കൃപയാണ്. ആ ട്രിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ ഒരു പെണ്ണ് നിരൂപിച്ചാൽ ഒരുവനെ എന്ത് ചെയ്യാം? നേരെയാക്കിയെടുക്കാം. നിരൂപിച്ചിട്ട് നേരെയാകാത്തതുകൊണ്ട് അത് തമ്പുരാൻ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അത് പിന്നെ നേരെയാകില്ല, പിന്നെ സഹിക്കേ രക്ഷയുള്ളൂ. സ്തോത്രം. പ്രതിഫലമുണ്ട്. ഏൽപ്പിച്ചു കൊടുത്ത പണിയും കിട്ടും. പക്ഷെ ഏൽപ്പിച്ചു കൊടുക്കില്ല, അതല്ലേ കാര്യം. നമുക്ക് മെരക്കാൻ പറ്റാത്തതിന് തമ്പുരാന്റെ കയ്യിലേക്ക് അങ്ങ് പതുക്കെ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ തമ്പുരാൻ മെരക്കിയെടുക്കും. തമ്പുരാൻ മെരക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ യാക്കോബ് മെരങ്ങാതെ നടക്കുകയായിരുന്നു. പിടികിട്ടാതെ, പിടി കൊടുക്കാതെ നടക്കുകയായിരുന്നു യാക്കോബ്. എല്ലാം കടത്തിക്കഴിഞ്ഞിട്ട് അവൻ്റെ സൂത്രപ്പണി, ആ സമ്പത്ത് മുഴുവൻ ഒന്നൊന്നായിട്ട് വീതം വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അവൻ ആരാ പുള്ളി. അവന് ഇഷ്ടമുള്ളതിനെ ഏറ്റവും ലാസ്റ്റില്, ഉപദ്രവം തുടങ്ങിക്കഴിഞ്ഞ് ഇതിനെയും കൊണ്ട് ഓടാം, അതിനു വേണ്ടിയാണ് ഏറ്റവും ലാസ്റ്റ് വെച്ചത്. അപ്പൊ തമ്പുരാൻ അവന്റെ അടുക്കൽ ചെന്നു, നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല. അവസാനം തമ്പുരാൻ എന്ത് ചെയ്തു? ഒറ്റ തൊടല്. അതോടുകൂടെ ഇപ്പൊ വടി വേണം നടക്കാൻ. അപ്പൊ ഓടാൻ പറ്റില്ല, ഇപ്പൊ വീഴാനേ പറ്റുള്ളൂ. ചേട്ടാ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ തമ്പുരാൻ പണിയുമ്പോ അങ്ങനെ പണിയാ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതം ദൈവിക ബന്ധത്തിൽ ആരംഭിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു.
നമ്മൾ കർത്താവിനെ തേടി ചെന്നതല്ല, അവൻ നമ്മുടെ അടുക്കലേക്ക് തേടി വന്നതാണ്. നമ്മൾ യോഗ്യരായിരുന്നപ്പോഴല്ല അവൻ നമ്മുടെ അടുക്കലേക്ക് വന്നത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ ദോഷികളായിരുന്നപ്പോൾ, ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ നമ്മുടെ അടുക്കലേക്ക് ആ സ്നേഹക്കരം നീട്ടപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. ആ ദൈവിക ബന്ധത്തിന് ഉടമകളായി മുൻപോട്ട് പോകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ അപ്പോസ്തലനായ യോഹന്നാൻ വളരെ കൃത്യതയോടുകൂടെ ചില കാര്യങ്ങൾ തൻ്റെ ലേഖനങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. അത് വളരെ ശക്തമായ ഒരു ദൈവവചന വെളിപ്പാടാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചതാണ്. അവിടെ പറയുന്ന വാക്കുകൾ ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി അവൻ ചില കാര്യങ്ങൾ പറയുക. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാണ്. സ്തോത്രം. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. സ്തോത്രം. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? കർത്താവുമായി കൂട്ടായ്മ ബന്ധം ഉണ്ടായാൽ, സ്തോത്രം, എന്തു മാറ്റിയേ പറ്റൂ? കള്ളത്തരം വിട്ടേ പറ്റൂ. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ആത്മീക സാന്നിധ്യം അനുഭവിക്കുന്ന, ഹല്ലേലൂയ ദൈവകൃപയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന, അത് പാസ്റ്ററായാലും കൊള്ളാം, റവറന്റ് ആയാലും കൊള്ളാം, ഏത് നേതൃത്വത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുന്ന വ്യക്തിയായാലും കൊള്ളാം, നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്നതല്ല, മാറ്റമില്ലാത്ത വചനം പറയുന്നതാണ്. ഈ വചനം എനിക്കും ബാധകമാണ്, കേൾക്കുന്ന നിങ്ങൾക്കും ബാധകമാണ്. ഹല്ലേലൂയ. മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. ഹല്ലേലൂയ. വിട്ടുവീഴ്ച ദൈവവചനം നൽകുന്നില്ല. കൂട്ടായ്മ വേണമോ? ഇരുട്ട് മാറ്റിയേ പറ്റൂ. ഹല്ലേലൂയ. കാരണം ഇരുട്ടില്ലാത്തവരുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മയുള്ളത്. ആരും മനസ്സിലാവുന്നുണ്ടോ? കൂട്ടായ്മ, നമ്മുടെ കൂട്ടായ്മ ആരുമായിട്ടാ? ക്രിസ്തുമായിട്ടാണ്. അപ്പോസ്തലൻ പറയുന്നത് എന്റെ കൂട്ടായ്മ, ഞങ്ങളുടെ കൂട്ടായ്മ ആരുമായിട്ടാണ്? ക്രിസ്തുമായിട്ടാണ്. ആ കൂട്ടായ്മ നിങ്ങൾക്കും ഉണ്ടാകണം. ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കള്ളം പറച്ചിൽ നിർത്തണം. കാരണം ഈ ആത്മാവ് നമ്മിലേക്ക് വന്നിരിക്കുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. അത് ശകലം സത്യത്തിലല്ല വഴി നടത്തുന്നത്, സകല സത്യത്തിലും വഴി നടത്തുന്നതാ. അപ്പൊ ആത്മാവുമായി കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടായാലേ പറ്റൂ? ഇരുട്ട് നീങ്ങിയേ പറ്റൂ. ഇരുട്ടിന്റെ പ്രവർത്തികളെ വിട്ടുകളഞ്ഞേ പറ്റൂ. അർത്ഥാൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. പഴയതിന്റെ മുകളിൽ പുതിയത് ഇടാൻ പറ്റില്ല. സ്തോത്രം. ഇത് രണ്ടും രണ്ട് ദിക്കിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. പുതിയത് എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നു. പഴയത് എന്ന് പറയുന്നത് പൈശാചികമായുള്ള ബന്ധത്തിൽ നാശത്തിലേക്ക് യാത്ര ചെയ്യുന്നു. രണ്ടും രണ്ട് ദിക്കിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, മോനെ നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം. നീ വലത്തോട്ട് പോകുകയാണോ? ഞാൻ ഇടത്തോട്ട് പൊക്കോളാം. എനിക്കും നിനക്കും തമ്മിൽ എന്തില്ല? കൂട്ടായ്മയില്ല. ആത്മീക കൂട്ടായ്മയില്ല. മാനുഷിക രീതിയിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. ആത്മീകമായി നിനക്കും എനിക്കും തമ്മിൽ എന്തില്ല? ബന്ധമില്ല. പക്ഷെ എന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ.
ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യാതെ നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകില്ല. വചനം പറയുന്നല്ലോ, കർത്താവ് പറഞ്ഞ വാക്ക് തന്നെ, ഞാൻ എന്റെ സമാധാനം നിനക്ക് തരികയാ. ആ സമാധാനം നമ്മിൽ വസിക്കണമെങ്കിൽ സമാധാന പുരുഷനുമായി ഹല്ലേലൂയ യഥാർത്ഥമായ ഒരു ബന്ധമുണ്ടാകണം. ആ ബന്ധമുണ്ടാകുവാൻ കുറുക്ക് വഴികളില്ല. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. നീ നിന്നെ തന്നെ യാഗപീഠത്തിൽ പൂർണ്ണമായി സമർപ്പിക്കണം. ഈ ലോകത്തോട് അനുരൂപരാകുന്നത് വിട്ടുകളയണം. ആമേൻ. സമ്പൂർണമായ ഒരു സമർപ്പണം. എന്തും ചെയ്യുവാൻ ഉടമസ്ഥന് അധികാരമുണ്ടെന്ന് ഒരു ഉടമസ്ഥ കൈമാറ്റം ചെയ്യൽ ഹല്ലേലൂയ നടത്തണം. പഴയ നിയമത്തിലെ യാഗവ്യവസ്ഥ കൃത്യമായ ഒരു മെസ്സേജ് അവിടെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് അവൻ പിളർന്ന് യാഗമൃഗത്തെയെല്ലാം വെച്ചിട്ട് പ്രാവിൻ കുഞ്ഞിനെ പിളർന്നില്ല എന്നവിടെ പറയുന്നുണ്ട്. സ്തോത്രം. അവന് ഗാഠനിദ്ര വന്നു, അതിനുമേൽ റാഞ്ചൻ പക്ഷി ഇറങ്ങി ആട്ടിക്കളഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പല വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ പലരും പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലൂടെ കത്തുന്ന ഒരു തീപ്പന്തം എന്ത് ചെയ്തു? കടന്നുപോയി. എന്താണ് ആ യാഗവ്യവസ്ഥ പറയുന്നത്? അവൻ പിളർന്നൊക്കെ വെച്ചു, കാര്യം ശരിയാ. അബ്രഹാമിന് കാര്യം പിടികിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ടു. എന്താണ് അവിടെ പറയുന്നത്? യാഗവ്യവസ്ഥ തെറ്റിച്ചാൽ, ദൈവിക ബന്ധത്തിൽ നിന്ന് നീ മാറിയാൽ, ഈ യാഗവസ്തുവിനെ പിളർന്നതുപോലെ നിന്നെ പിളർക്കുവാൻ എനിക്ക് അധികാരമുണ്ടെന്നാണ് അതിന്റെ കൈമാറ്റം. സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പം തലയിൽ കൈവച്ചിട്ട് ശുശ്രൂഷകർ പറയുന്ന ഒരു പദമുണ്ട്, മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, വിശ്വസ്തനായിരിക്കുക. എന്നാൽ ജീവകിരീടം പ്രാപിക്കും. അതിന്റെ അർത്ഥം എന്നാ? വ്യവസ്ഥ തെറ്റിച്ചാൽ നിന്റെ കാര്യം പോക്കാണ് മോനേന്ന്. ഗൗരവമായിട്ട് നമ്മൾ എടുക്കാറുണ്ടോ? ആരെടുക്കുന്നു? ആർക്ക് നേരം? അപ്പം മുങ്ങി പൊങ്ങി ഒരു വെപ്രാളത്തിന് കേറിങ്ങ് പോരുന്നു. ആരെന്ത് പറഞ്ഞു? ആർക്ക്? അതൊന്നും സ്തോത്രം. വിശ്വസ്തത ദൈവമായുള്ളത് തെറ്റിച്ചാൽ ജീവകിരീടം ലഭ്യമാകില്ല. അതാണ് യാക്കോബ് പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായിട്ട് തെളിയണം. തെളിഞ്ഞ ശേഷം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം കിട്ടുകയുള്ളൂ. അപ്പൊ തെളിഞ്ഞാലേ കിട്ടുകയുള്ളൂ. അപ്പൊ ചിലത് സഹിക്കണം, തെളിയണം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. വചനം പറയുന്നു, പ്രതിമയ്ക്ക് ഞാൻ ആത്മാവിനെ നൽകും. പ്രതിമയ്ക്ക് ആത്മാവിനെ നൽകും. സംസാരിക്കുന്നുണ്ട്, അതിനെന്തില്ല? ആത്മാവില്ല. അതിന് ആത്മാവിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് കാട്ടിക്കൂട്ടും? ഒന്ന് ചിന്തിച്ചേ. അപ്പൊ അന്ത്യനാളുകളിൽ അത് നമ്മളിവിടുന്ന് പോയിട്ടേ അതിന് ആത്മാവിനെ കിട്ടൂ. ദൈവമക്കൾ ഇവിടെ നിന്ന് മാറും. ഒരു 3.5 വർഷം സുഭിക്ഷമായിട്ടുള്ള ജീവിതം ഈ ലോകത്തിലുണ്ടാകും. അപ്പൊ ആളുകളൊക്കെ പറയും, ആ ശല്യക്കാർ പോയോടുകൂടെ സന്തോഷമായി, സമാധാനമായി, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് തനിനിറം എന്ത് ചെയ്യും? കുഞ്ഞപ്പൻ കാണിക്കും. കാണിച്ചു കഴിയുമ്പം അയ്യോ ഓടറാ ഓട്ടം. അത്
കുഞ്ഞപ്പൻ അത് കാണിക്കുമ്പം വെല്ലിപ്പൻ മേളിൽ ഇരുന്ന് എന്ത് ചെയ്യും? ഭൂമിയുടെ അവസ്ഥ അങ്ങ് മാറ്റും. ചൂട് കൊണ്ട് മനുഷ്യൻ വെന്ത് കൈ പിടിക്കുന്ന കൈ കൊണ്ടെടുത്തിട്ട് അങ്ങ് പോകും. മരിക്കാൻ അന്വേഷിക്കും, മരണം അന്വേഷിക്കും, കിട്ടില്ല, മരിക്കില്ല. മനുഷ്യൻ എന്ത് നടക്കുമെന്ന് ഒരുത്തം വന്ന് തോളിൽ കൈയിട്ടങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അത് അഴുത്തം കൊണ്ടൊക്കെ പോവും. കാരണം ഇതിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. വെന്ത മനുഷ്യനാ നടക്കുന്നേ. ശരിക്കും വെന്ത ഇറച്ചി എല്ലിൽ നിന്ന് പിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നതുപോലെ മനുഷ്യനായിത്തീരും. ഇത് വേറിട്ട് കിടന്നാൽ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കും, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ചാകില്ല. ഒന്ന് ചിന്തിച്ചേ, നമ്മളത് കാണില്ല. മൃഗങ്ങൾക്ക് ആത്മാവില്ല, മനുഷ്യനോടാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. പക്ഷെ ആ കഷ്ടത മൃഗങ്ങളും അനുഭവിക്കേണ്ടി വരും, പ്രകൃതിയും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ഈറ്റുനോവുകൂടെ പ്രകൃതി ഞെരുങ്ങിക്കൊണ്ടിരിക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി. മനുഷ്യനതൊന്നും വിഷയമല്ല. കാശുണ്ടാക്കേണ്ട പണിയും കൊണ്ട് നടക്കുക. ആരനുഭവിക്കും തമ്പുരാനെ അറിയുള്ളൂ. അപ്പോൾ അധികം നാളൊന്നും ഈ നിലയിൽ എന്ത് ചെയ്യില്ല, പോകില്ല. കർത്താവ് വന്ന് എന്ത് ചെയ്യണം? ആ ഒരു ചിന്ത നിന്റെ ഉള്ളിലുണ്ടാകണം. കർത്താവേ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണതയുണ്ടായിട്ടല്ല നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ നിലയിൽ പോകുമ്പോൾ ക്രമീകരിക്കാൻ ദൈവാത്മാവ് നമ്മോട് പറയും. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഹാബേലിനെ കൊല്ലുവാൻ മനസ്സുകൊണ്ട് നിശ്ചയിച്ചതായ കായിന്റെ അടുക്കൽ ദൈവം വന്ന് പറഞ്ഞു, മോനെ, പാപം വാതിൽക്കൽ കിടക്കുകയാണ്, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാണ്, നീ അതിനെ എന്ത് ചെയ്യണം? കീഴടക്കണം. അത് തമ്പുരാൻ പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അനുജനെയും പിടിച്ചിട്ട് വയലിലേക്ക് പോയി. വീണ്ടും തമ്പുരാൻ ചോദിക്കുകയാണ്, നിന്റെ അനുജന്റെ രക്തം നിലവിളിക്കുന്നു. അതിനവൻ പറയുന്ന മറുപടി, തമ്പുരാൻ ക്ഷമയുള്ള ആളായതുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല? തല്ലിക്കൊന്നില്ല. അപ്പൊ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ജീവിതത്തിൽ വരുമ്പോൾ ദൈവാത്മാവ് നമ്മോട് എന്ത് ചെയ്യും? മോനെ, ഇന്നത് തെറ്റാണ്, നീ അത് ക്രമീകരിക്കണം, മടങ്ങി വരണം, അത് ക്രമീകരിച്ചേ മതിയാകൂ എന്നാര് പറയും? ദൈവാത്മാവ് പറയും. അവിടെ ക്രമീകരണം ചെയ്താൽ, സ്തോത്രം, ജീവിതത്തിൽ എന്ത് ചെയ്യാം? സമാധാനം അനുഭവിക്കാം, സ്വർഗത്തിലും പോകാം. ഇല്ലെങ്കിലോ സ്വസ്ഥതയും പോകും, സ്വർഗത്തിലിട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ കൂട്ടായ്മ, ഞങ്ങളുടെ കൂട്ടായ്മ വെളിച്ചം മാത്രമുള്ള ഒരു വ്യക്തിയുമായിട്ടാണ്. അവനിൽ ഇരുട്ട് എന്ന് പറയുന്നത് ഇല്ലവേ ഇല്ല. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുട്ടിൽ നീ നടന്നാൽ ബോഷ്ക്ക് പറയുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവ് ഒരുവനിലുണ്ടെങ്കിൽ ഹല്ലേലൂയ സത്യം പറയുന്ന ഒരു വ്യക്തിയായി മാറും. അസത്യം പറയുന്ന വ്യക്തിത്വമാകില്ല. അർത്ഥാൽ കള്ളം പറയില്ലെന്ന്. ഒരു കള്ളം പറയേണ്ട സാഹചര്യം വന്നാൽ അവിടെ മൗനം പാലിക്കും, മിണ്ടില്ല. അപ്പൊ ചിന്തിച്ചാൽ മതി, മിണ്ടാതിരിക്കുമ്പോ ചിന്തിച്ചാൽ മതി, എന്തോ
പ്രശ്നമുണ്ട്. അതാണ് മിണ്ടാതിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ദൈവവൈതലേ, വളരെ കൃത്യതയോടുകൂടെയാണ് അപ്പോസ്തലൻ അത് വെളിപ്പെടുത്തുന്നത്. അവൻ അവകാശപ്പെടുവാൻ മറ്റുള്ളവരെക്കാൾ അല്പം കൂടെ കൂടുതലുണ്ട്. യേശുവിന്റെ മാർവിൽ ചാരിയവനാണ് അവൻ. ആ യേശുവിന്റെ മാർവിൽ ചാരിയപ്പോൾ നമ്മൾ ചേർത്ത് നെഞ്ചോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഇത് ടിക് ടിക് അടിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്പന്ദനം വ്യക്തമായി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അത് കേട്ടവനാണ് ആര്? യോഹന്നാൻ മാത്രമേ അത് കേട്ടിട്ടുള്ളൂ. യോഹന്നാൻ മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ. അവൻ പറയുകയാണ്, ഞാൻ തൊട്ടതാണ്, ഞാൻ കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്. എന്റെ കൂട്ടായ്മ അവനുമായിട്ടാണ്. ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് അവൻ നമ്മളെ മാടി വിളിക്കുകയാണ്. മക്കളെ, ഓടിവായോ. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. രോഗിയായി കിടന്നതായ ഒരു വാത്സല്യ സഹോദരിയെ കാണുവാൻ ഒരു ഞായറാഴ്ച പോയപ്പോൾ എളിയവനോട് ദൈവാത്മാവ് പറഞ്ഞു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ആ വ്യക്തിയുടെ ശിരസിൽ കരം വെക്കുവാൻ. കരം വെച്ചു. ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എളിയവന്റെ ശബ്ദം അല്പം ഉയരുവാൻ തുടങ്ങി. സ്തോത്രം. പെട്ടെന്നൊരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ആ കിടന്നിരുന്ന വ്യക്തി അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രിയ സഹോദരി പറഞ്ഞു, മക്കളെ ഓടിവാ. ഞാൻ അന്തം വിട്ട് നോക്കുക, ഇതെന്താണ് സംഭവം എന്നറിയാൻ. ഇത് സത്യമാണ്, ഇത് സത്യമാണ്. അതിനുശേഷം ഒരാഴ്ച മാത്രമാണ് ആ പ്രിയ സഹോദരി ജീവനോടെ ഇരുന്നത്. എന്നാൽ ആ ഒരാഴ്ച കാലം അവർ ദർശനങ്ങളെ കാണുന്നവരായി. ഹല്ലേലൂയ. പ്രത്യാശയുടെ വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിത്വമായി അവർ മാറി. നിരാശ അവരിൽ നിന്നും മാറിപ്പോയി. ഹല്ലേലൂയ. പലപ്പോഴും അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇതാ ദൂതന്മാർ വന്നു നിൽക്കുന്നു, നിങ്ങൾ അവരെ കാണുന്നില്ലേ? ഹല്ലേലൂയ എന്ന് പല നിലകളിലുള്ള വാക്കുകൾ അവർ പറഞ്ഞത് ഹല്ലേലൂയ അവരുടെ തലമുറകൾ കേട്ടു. അക്കരെ നാട്ടിലേക്ക് അവർ പ്രവേശിച്ചു. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റമുണ്ടാകും. ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഇരുട്ട് ഒട്ടുമില്ലാത്ത ആത്മാവാണ്. പിതൃപുത്ര പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചവുമായി കൂട്ടായ്മയുള്ള ഒരു വ്യക്തിത്വമായി നമ്മൾ മാറണം. ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ സ്തോത്രം, ആ കൂട്ടായ്മ ബന്ധത്തിനുടമകളായി മാറിയാൽ നമ്മുടെ അവസ്ഥകൾക്ക് വലിയൊരു മാറ്റം വരും. അതാണ് വചനം വായിച്ചത് നമ്മൾ. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറയുമ്പോൾ അതേ അധ്യായത്തിൽ ഹല്ലേലൂയ 6-ാം വാക്യത്തിൽ പറയുന്നു, ഒരുവൻ എന്തു ചെയ്യണം? ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതല്ല. ഹല്ലേലൂയ. വിശ്വാസത്തിനൊരു വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ അനുഭവത്തിന് നീ ഉടമയായാൽ നിന്റെ മുൻപിൽ വരുന്ന ഏത് വിഷയത്തിലോ നീ പറയോ, ഹല്ലേലൂയ, ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാ. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന, ഹല്ലേലൂയ, വിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് പ്രതിഫലം നൽകുന്ന ദൈവമാണ്. യഹൂദ ബാലന്മാർ അതാണ് ചെയ്തത്. അവർ പറഞ്ഞു രാജാവിനോട്, ഞങ്ങളൊരു ദൈവത്തെ സേവിക്കുന്നു, ആ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി അഥവാ വിടുവിച്ചില്ല എങ്കിലും
നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും. അർത്ഥാൽ എന്താണ് അതിന്റെ അർത്ഥം? അവർ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലുള്ള ദൈവിക ബന്ധത്തെ ആദ്യം വരച്ചു കാട്ടി. ഞങ്ങൾ ഒരു ദൈവത്തിന്, ദൈവിക ബന്ധത്തിന് ഉടമകളാണ്. അടുത്തത് ആ ദൈവമായുള്ള ബന്ധത്തിലുള്ള വ്യവസ്ഥ എന്തെന്നവർ പറഞ്ഞു. മറ്റൊരു ബിംബത്തെ നമസ്കരിക്കുകയില്ല. ആമേൻ. ഇനി അവിടെ മറ്റൊരു യാഥാർത്ഥ്യം പറയുകയാണ്. യാഗപീഠത്തിൽ വെച്ച യാഗവസ്തു ആ ഉടമസ്ഥന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഹല്ലേലൂയ. ഇനി ഇതിനകത്ത് നിന്ന് വിടിവിച്ചാലും വിടിവിച്ചില്ല എങ്കിലും ഉത്തരവാദിത്വം ഉടമസ്ഥനാണ്. സമ്പൂർണമായ സമർപ്പണം. ആ സമർപ്പണത്തിന്റെ മുൻപിൽ നാലാമനായി തീക്കകത്തിറങ്ങി വന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ അവിടെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ചൂട് വർദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ യഹൂദന്മാർക്ക് ചൂട് വർദ്ധിക്കുന്നില്ല. എബ്രായ ലേഖനം പറയുന്ന വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തു. ഹല്ലേലൂയ അവര് വ്യാപരിച്ച ദൈവസ്വം അവരുടെ മേൽ പകർന്നതായ ദൈവകൃപ, ആ കൃപയുടെ അളവ് ഹല്ലേലൂയ തീയുടെ ചൂട് കൂടുന്നതിനനുസരിച്ച് കൃപയുടെ അളവ് വർദ്ധിച്ചു. അവർക്ക് ചൂട് വർദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ചൂട് വർദ്ധിക്കുകയാ. കാരണം എന്താ? അവർ കൃപയുടെ മറവിൽ മറയപ്പെട്ടു. ഹല്ലേലൂയ നിൽക്കുവാൻ നീ തയ്യാറാകുമ്പോ നിനക്ക് വേണ്ടി ഒരു കൃപ, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരിക. അത് വെളിപ്പെട്ടു വരിക. പ്രതികൂലങ്ങൾ മാറുകയാ, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുകയാ. ആ ഒരു അനുഭവത്തിന് ഉടമയാകണമെങ്കിൽ നീ ആരെയാണ് വിശ്വസിച്ചത്, നീ ആരുടെ വകയാണ് എന്നൊരു ബോധ്യം ഉണ്ടാകട്ടെ. പ്രതിഫലം നൽകുന്ന ഒരു ഉടമസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. ആ ഉടമസ്ഥനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ഹല്ലേലൂയ. എന്നാൽ മറിച്ച് അത് ദൈവമക്കൾക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അത് ദൈവ ശക്തിയാണ്. അതിന് പരിമിതിയില്ല കേട്ടോ, അളവ് നിശ്ചയിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രത്തോളം മാത്രമേ ഉള്ളെന്ന് പറയാൻ കഴിയില്ല കേട്ടോ. നീ ചിന്തിക്കുന്നതിലോ നിലയ്ക്കുന്നതിലോ അത്യന്തപരമായി വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് ആ ദൈവത്തിന്റെ ശക്തി. അത് പ്രാപിക്കാൻ നിന്റെ ജീവിതത്തിൽ ഒരു സമർപ്പണവും ദൈവാശ്രയവും അനിവാര്യമാണ്. നിനക്ക് ഏതളവാണ് വേണ്ടത്? നിനക്ക് ഏതളവിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വേണ്ടത്? അത് ഹല്ലേലൂയ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അളവ് കൂടാതെ. എഫെസ്യ ലേഖനം പറയുന്നത് ആ ശക്തി വ്യാപരിക്കുന്നതാണ്, പെരുകുന്നതാണ്. നിന്റെ ആവശ്യം എത്രയാണ് അതനുസരിച്ചത് പെരുകും. അത് നീ പെരുക്കണ്ട, നീ നിന്നാൽ മതി, നീ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉടമസ്ഥൻ അതിനെ അളവ് വർദ്ധിപ്പിക്കോ, അവസ്ഥയ്ക്ക് മാറ്റം തരോ, അന്ധകാര ശക്തി തകരോ, ശത്രുവിന്റെ വസ്തുതകൾ തകരോ, അവരുടെ പ്രവൃത്തികൾ തകരുന്നത്. ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണോ നീ?
കാരാഗ്രഹം കുലുക്കിയതുപോലെ ഹല്ലേലൂയ തമ്പുരാന്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരുമ്പോൾ അടിസ്ഥാനത്തെ കുലുക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ദൈവമേ, നിന്നെ ഒരുവരും ബന്ധിച്ചിടുവാൻ കഴിയില്ല. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, നീ ദൈവത്തിലേക്ക് നോക്കിയാൽ ആ ദൈവത്തെ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഒടുക്കിക്കളയാമെന്ന് ചിന്തിച്ചവരാ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചവരെ, പ്രതികൂലത്തിന്റെ മുമ്പിൽ ദൈവമുഖത്തേക്ക് നോക്കിയവരെ പിടിപ്പാനിറങ്ങുമെന്ന എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. അടിസ്ഥാനം കുലുക്കിയ ദൈവത്തിന്റെ പ്രവൃത്തിയ. ഹല്ലേലൂയ. സകല ബന്ധനങ്ങളും അഴിച്ചു മാറ്റിയ ദൈവത്തിന്റെ പ്രവൃത്തിയ. പക്ഷെ നീ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പരിധി നിശ്ചയിക്കരുത്. പരിധി നീ നിശ്ചയിക്കരുത്. പരിധി നിശ്ചയിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവത്തിന്റെ ശക്തി പെരുകുന്നതാണ്, പെരുകി വരുന്നതാണ്. അത് ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പെരുകുന്നതാണ്, അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പെരുകുന്നതാണ്. അതെത്ര പെരുകും മാത്രേ, അതിന് പരിധിയില്ല കുഞ്ഞേ, അതിന് പരിധിയില്ല, പരിധിയില്ല. പരിധിക്കപ്പുറം, പരിധികൾക്കപ്പുറം. നിന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ എത്ര പരിധി വേണമോ, എത്രത്തോളം അളവ് വേണമോ, ആ അളവ് നിന്നിലേക്ക് പകരുവാൻ, നിന്റെ ജീവിതത്തിലേക്ക് പകരുവാൻ, നിന്റെ ആവശ്യത്തിന്മേൽ പകരുവാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യം. നീ ആശ്രയിക്കുന്ന കർത്താവ് പറയില്ല, കുഞ്ഞെ എനിക്ക് ഇത്രേ പകരാൻ പറ്റൂ, ഇതിൽ കൂടുതൽ എനിക്ക് തരാൻ കഴിയില്ല എന്ന് എന്റെ കർത്താവ് പറയില്ല. നീ ആശ്രയിച്ചാൽ നിനക്ക് എത്രത്തോളം വേണമോ അത്രത്തോളം, നിനക്ക് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ പകരുവാൻ, നിന്റെ വിഷയത്തിന്മേൽ പകരുവാൻ ദൈവം മതിയായവനാണ്. അന്ധകാര ശക്തി തകരട്ടെ, അവന്റെ പദ്ധതികൾ തകരട്ടെ, അവകാശങ്ങൾ തകരട്ടെ. വിടുകയിൽ നിന്ന് വാദിക്കുന്ന പിശാചേ, നിന്നോട് ഇന്ന് പകൽ കൽപ്പിക്കുകയാ, വിട്ടുവോ. ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഈ ബലത്തോടെ നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങാം. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി പ്രവൃത്തിയായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി. പത്രോസിനോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് 3 പ്രാവശ്യം നീ അധികമായി 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 2 പ്രാവശ്യം അവൻ ഉപകർത്താവേ ഉപകർത്താവേ എന്ന് പറഞ്ഞു. 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ
അവൻ പറഞ്ഞു, നീ അറിയുന്നല്ലോ, എന്റെ ഹൃദയത്തെ നീ അറിയുന്നു, എന്റെ ആഗ്രഹത്തെ നീ അറിയുന്നു. നിന്റെ മേൽ എത്രത്തോളം ദൈവ സാന്നിധ്യം പകരാൻ കഴിയും, എത്രത്തോളം നിനക്ക് വേണ്ടി പകർന്നാൽ നീ വിടുവിക്കപ്പെടും, എത്രത്തോളം പകർന്നാൽ നീ നിലനിൽക്കും, എത്രത്തോളം പകർന്നാൽ അന്ധകാര ശക്തി തകരും, എത്രത്തോളം കുലുക്കിയാൽ ഓടാമ്പലുകൾ അടിയും, എത്രത്തോളം കുലുക്കിയാൽ ചങ്ങലകൾ അടിയും. ഉടമസ്ഥകളറിയാം, ഉടമസ്ഥകളറിയാം. അതറിയുന്ന ഉടമസ്ഥൻ അതിന്റെ അളവ് നിശ്ചയിച്ച് പ്രവർത്തിപ്പാൻ മതിയായവനാണ്. പക്ഷെ നീ പരിധി നിശ്ചയിക്കരുത്, നീ പരിധി നിശ്ചയിക്കരുത്, ഇങ്ങനെയെന്ന് നീ പറയരുത്. പത്രോസ് പറഞ്ഞതുപോലെ നീ എല്ലാം അറിയുന്നു, നീ എല്ലാം അറിയുന്നു, നീ എല്ലാം അറിയുന്നു, നിനക്കൊന്നും മറവല്ല. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ബലത്തോടെ നമുക്ക് ഭവനങ്ങളിലേക്ക് നീങ്ങാം. സ്തോത്ര. നാളെ തിരുവത്താഴ ശുശ്രൂഷയുണ്ട്. ഒന്നും കൂടെ ഒരുക്കത്തോടെ സമർപ്പണത്തോടെ നമ്മളാൽ കഴിയുക വിശുദ്ധിയോടെ ദൈവസന്നിധിയോടടുത്ത് വരുവാൻ ഇടയാകട്ടെ. ഒന്നും കൂടെ സ്വയപരിശോധന നടത്തി ക്രമീകരണം വരുത്തേണ്ട ഇടങ്ങളിൽ ക്രമീകരണം വരുത്തി ദൈവസന്നിധിയോടടുത്ത് വരുവാൻ നമുക്കൊരുങ്ങാം. കരുണയുള്ള പിതാവേ, അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. ഈ ബലത്തോടെ ഞങ്ങൾ പോകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തിയുണ്ടല്ലോ, അത് ക്രൂശിന്റെ വചനമാണല്ലോ. അത് നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാണ്, എന്നാൽ ആശ്രയിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ്. ആ ശക്തിയോടെ ഞങ്ങൾ മടങ്ങട്ടെ, ആ ശക്തിയോടെ ഞങ്ങൾ മടങ്ങി വരുവാൻ ഇടയാകട്ടെ. സ്തോത്രം. അപ്പച്ചന്റെ അടുക്കലെത്തുവോളം ആ ശക്തിയോടെ ഗമിപ്പാൻ അവിടുന്ന് കൃപ നൽകും. കേൾവിക്കാരെ അനുഗ്രഹിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. മതത്വമതയ്ക്കാണ് ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.